ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഫുൾ അയൺ ആർമർ ആവണം. അടുത്ത് നമുക്ക് ഇന്നൊരു വില്ലേജും കണ്ടെടുക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ വില്ലേജ് അപ്പി പോവാണ്. അയൺ മൈൻ ചെയ്യാൻ പോകാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു പിന്നെ ആദ്യം വില്ലേജ് അപ്പി എന്ന് വിചാരിച്ചു. നമ്മളെ ബേസിൻ്റെ ഒരു പ്ലാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ നാളെ ആകുമ്പോഴത്തേന് ഇത് റെഡി ആക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബെഡ് താടാ ഇതൊക്കെ ബഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ബഗ് റോക്കറ്റ്സിൻ്റെ നമുക്ക് ലെതറൊക്കെ ആവശ്യമുള്ളതാണ്. അമ്മമാരൊക്കെ തല്ലിക്കൊല്ലാം. ലെതർ ഇടറാ, 3 ലെതറായി. നമുക്ക് ഈ ചെറി ബ്ലോസത്തിൻ്റെ വൈക്ക് കൂടി പോവാമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. നമുക്ക് നേരെ വിടാം. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. നമ്മൾ ചെറി ബ്ലോസത്തിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ റൂട്ടിന് പിടിക്കാം. ആ റൂട്ടിന് പോയ മൊത്തത്തിൽ വലിയൊരു ചെറി ബ്ലോസമാണ്. ഞാൻ ചെറുതായി എക്സ്പ്ലോർ ചെയ്തിരുന്നു ചെറി ബ്ലോസത്തിൻ്റെ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാനൊരു സ്പ്രൂസ് മരം ഒപ്പിച്ചിട്ടുണ്ട്. അതായിരുന്നു ഇന്ന് മോർണിംഗ് ഒക്കെ പരിപാടി. നമ്മൾ സ്പ്രൂസ് മരം നമ്മളെ ബേസിൻ്റെ തൊട്ടപ്പം തന്നെ സ്നോ ബയോമുണ്ട്. അവിടുന്ന് സ്പ്രൂസ് മരം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബിൽഡൊക്കെ ഇനി സീനാവാൻ പോവാണ്. ചാവടേ, അവനും ചത്തു. പിന്നെ ഇന്ന് അയൺ ഉണ്ടാക്കണം. അയൺ ആർമർ നമുക്ക് ഉണ്ട്. മൊത്തത്തിൽ സെറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, അയണിന് വില്ലേജ് അപ്പിക്കേണ്ട കുറച്ച് നേരമൊക്കെ മൈൻ ചെയ്യാം. നമുക്ക് ഇനി ഓടാം ഗൈസ്. ഇടയ്ക്ക് നൈറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ 5 days ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ ഈ വേൾഡ് കളിക്കൽ തുടങ്ങിയിട്ട്. 5 days. ഞാൻ എപ്പോഴാണ് വള്ളത്തിലൊക്കെ ഇറങ്ങണമെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് റെസിപ്പിയൊക്കെ ഓപ്പൺ ആവുന്നത്. പിന്നെ ഞാൻ ഇന്നലെ നോക്കണം. ഞാൻ ഇന്നലെ ഒരു സാറ്റർണോ സർവർ തുടങ്ങണതിനെ കുറിച്ച് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രോ ഡിസ്കോഡിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ജാവ പ്ലസ് ബെഡ് റോക്ക് തുടങ്ങുമോ ബ്രോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ജാവ പ്ലസ് ബെഡ് റോക്ക് തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ കളിക്കട്ടെ ഗൈസ്. നമ്മൾ തുടങ്ങിയിട്ട് നിങ്ങൾ കളിക്കാതിരിക്കരുത്. 24/7 ആക്റ്റീവ് ആവുന്ന ആൾക്ക് നമ്മുടെ ഒരു ഗിവ് അവേ ഉറപ്പായും കിട്ടുന്നതായിരിക്കും. ഗിവ് അവേ എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല, എന്തെങ്കിലും ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യേണ്ട ഗൈസ്. അപ്പോൾ നൈറ്റായി കിടന്നുറങ്ങാം. കിടക്കട്ടെ. മോർണിംഗ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് നടക്കാൻ ഇത് ഇങ്ങനെ ഒരു വില്ലേജ് ഇട്ട് നിൽക്കുമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു വില്ലേജ് കിട്ടുക. കുറേ നേരമായി നടക്കൽ തുടങ്ങിയിട്ട് ഗൈസ്. ഇത് റെഡ് പൂവ് ബിർച്ച് മരം എന്ന് പറയാൻ വേണ്ടി വന്നതായിരുന്നു ഗോയ്സ്. ഇതോ വില്ലേജ്. വി ഫൗണ്ട് വില്ലേജ്. ഞാൻ കണ്ടില്ല കേട്ടോ, സീരിയസ്ലി ഞാൻ കണ്ടില്ല. ഞാൻ വുഡ് തപ്പി പോണ തിരക്കിലായി. ഇവിടെ ബെഡ് കാര്യമൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഏബേലും ഉണ്ട്. ലീഡ് കുട്ടൻ സിയർ എന്താണ് ട്രേഡ് എന്താ നിക്കടാ അവിടെ ഉണ്ണിക്കുട്ട. ട്രേഡ് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇവനെ തല്ലിക്കല്ല. നീ അടിക്കാവ്. ഇതൊരു ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ഉണ്ട് ഗൈസ്. ബ്ലാക്ക് സ്മിത്ത് തപ്പാം. വല്ല ലൂട്ടാണ്. ഡയമണ്ട് ഉണ്ടാവണേ. ഇതെന്താ ഗൈസ്? ഫുൾ സെറ്റ് അയൺ ആർമർ. എൻ്റെ പൊന്നെ, ഫുൾ സെറ്റ് അയൺ ആർമർ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി അയൺ ഒപ്പിച്ച ടൂൾസ് മാത്രം മതി ഗൈസ്. ഫുൾ സെറ്റ് അയൺ ആർമർ വില്ലേജ് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വില്ലേജൊക്കെ വന്ന്, അല്ലെങ്കിൽ ഞാൻ വെറുതെ മൈനിങ്ങിന് പോകേണ്ട ആവശ്യം വന്നേനെ. ഇപ്പം തന്നെ ഫുൾ സെറ്റ് അയൺ ആർമറായി. ഇനി നമുക്ക് ഈ ഗോളത്തിനെ തല്ലി കൊന്നാലോ? ഗോളത്തിനെ തല്ലി കൊല്ലാം. അടിക്കുന്നുണ്ടോ? എന്താടാ കൂട്ടാ?
എന്താ ചവട ചത്തു പീസ്. ഇനി എത്ര അയൺ കിട്ടി? 3 അയൺ കിട്ടി. ലാഭം തന്നെ. ഇനി നമുക്ക് ഇവിടുത്തെ ഏബേല് ഫുഡ് കൃഷി കാര്യമൊക്കെ തന്നെ അടിച്ചു മാറ്റാം. കുട്ടിയേ ഇതെന്താ ബീട്രൂട്ടോ? ബീട്രൂട്ട് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഏബേലൊക്കെ ഒന്ന് അടിച്ചു മാറ്റിയിട്ട് കാണിക്കാം. ഇവിടുന്ന് ഫുള്ള് അടിച്ചു മാറ്റിയിട്ട് നമ്മൾ ബേസിൽ പോകുന്നുള്ളൂ. ഇവിടുത്തെ വേറെ പെട്ടിക്ക് എത്തുന്ന 4 എമറാൾഡും 2 പൊട്ടാറ്റോയും കുറച്ച് ആപ്പിളും കിട്ടിയിട്ട് നമുക്ക് ഈ ജസ്റ്റ് അടിച്ച് മാറ്റാം. ബേസിൽ വേർത്ത വുഡുകളുണ്ട്. അവിടെ ഒന്നാമത് എന്തോ വുഡിന് നമ്മളെ ബേസിൽ നല്ല ക്ഷാമുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് വലിയ കയറാം. പോയി. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡത്തെ 2 ഗോൾ ഒറ്റയടിക്ക് തീർന്നിട്ടുണ്ട്. ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചില്ല. ഇവിടെ ക്യാരറ്റൊന്നും ഇവിടെ ഇല്ല. ക്യാരറ്റ് നമുക്ക് വേണ്ടതാണ്. ക്യാരറ്റ് കിട്ടി. അതൊരു ഇവിടുന്ന് ബീട്രൂട്ട് അടിച്ച് മാറ്റാം. അതൊക്കെ മതി. നമുക്ക് ഈ വില്ലേജിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ബ്രൂയിങ് സ്റ്റാൻഡ് ഇതാ വേണം. ബ്രൂയിങ് സ്റ്റാൻഡ് കൊടുക്കാം. എന്തോ ബെഡ്റോക്ക് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോന്നോ? എന്തോ കളിക്കുന്ന ഒരു മിസ്റ്റേക്കുള്ള പോലെ തോന്നും. ബട്ടൺ ഒന്നുണ്ട് കറക്റ്റ് നെങ്ങാത്തൊക്കെ പോലെ. എന്താന്നൊക്കെ അറിയില്ല കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് കാണിക്കാം ഗൈസ്. ആ ബ്രെഡിക്കുന്ന ഇത്ര ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. ആ ബ്രെഡ് അടിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇവിടെ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ തിരിച്ച് BC പോവാം. വേറൊന്നും ഞാൻ എടുക്കാൻ വെക്കണേ. വില്ലേജറിന് അടിക്കല്ലേ ഇവിടെ വാടേ. വില്ലേജസ് അവന് അടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ. എന്തോ ഓടാനെന്നുണ്ട്, പറ്റുന്നില്ല ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഒരു ബിർച്ചിൻ്റെ സാപ്ലിങ് കൂടി അടിച്ച് മാറ്റണം. നമ്മുടെ ബേസിൻ്റെ അവിടെ ബിർച്ച് കൂട്ടില്ല. പൊരട്ടെ കൈ വെച്ച് ഇടിച്ച് ഞാൻ പൊട്ടിക്കും. ഇവിടെ ഇടിച്ച് ഞാൻ പൊട്ടിക്കും. നമുക്കൊരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓക്കിൻ്റെ സാപ്ലിങ് ഒക്കെ നമ്മളെ ബേസിലുണ്ട്. അപ്പോൾ ബൈ വില്ലേജ്. ഞാൻ പോയി പിന്നെ വരാം. നിങ്ങളൊക്കെ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇവനെയും കൊല്ലാം. ഇതേ ഗൈസ് ഇവിടെ കുറച്ചും കൂടി അല്ല, ഇഷ്ടം പോലെ ഒക്കെ അടിച്ചു മാറ്റാം. പോരട്ടെ. പിന്നെ ഇക്കൊരു സജഷൻ ചോദിക്കാണ്ട്. ഇതിൽ എത്രാമത്തെ എപ്പിസോഡിലാണ് ഞാൻ ഡ്രാഗനെ കൊല്ലേണ്ടതെന്നുള്ള സജഷൻ ചോദിക്കാണ്ട്. അപ്പം നമ്മൾ തിരിച്ച് ബേസിലോട്ട് പോകാമെന്ന്. നമുക്ക് തിരിച്ച് ബേസിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്. നമ്മളൊരു കുതിരനെ ടൈം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കുതിരനകത്ത് സാഡിലും കൂടി ഇട്ടാം. സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ സ്പീഡാണ്. ഈ സ്പീഡ് കൊണ്ട് നമ്മൾ ഉഗാണ്ട് വരെ എത്തും. പിന്നെ നമ്മളെ പെട്ടിക്കകത്ത് ഞാൻ കുറച്ച് അയണൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചങ്കൊന്നും ലേഡാവുന്നില്ല ഗൈസ്. നമ്മളെ ബേസിക്ക് എത്തട്ടെ ഗൈസ്. നമ്മളെ കുതിരക്കുട്ടനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിന് വല്ല പേരറിയാങ്ങൾ സജസ്റ്റ് ചെയ്യുക. നമുക്ക് നമ്മളെ ഇതൊന്ന് വലുതാക്കാം ഗൈസ്. പെട്ടിയൊക്കെ ഒന്ന് വലുതാക്കാം. ഇത്ര പെട്ടി മതി. പിന്നെ ഇവിടെ ഒരു പെട്ടി വെക്കാം. നമ്മളെ ബേസിൻ്റെ ഐറ്റംസൊക്കെ ഗ്യാദർ ചെയ്യുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളെ 7th ഡേ ഇൻ ദിസ് മൈൻക്രാഫ്റ്റ് വേൾഡ്. ഇങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. 3 അയൺ കിട്ടി. വീണ്ടും നമ്മുടെ കയ്യിലൊരു 3 അയൺ ഉണ്ട്. അപ്പോൾ നമുക്കൊരു പിക്കാക്സും ഇപ്പോൾ വേണ്ടല്ലോ. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ അഭിപ്രായം പറയുക. വേണ്ട, എന്തൊക്കെയാണ് ഉണ്ടാക്കുക? ഒരു ബക്കറ്റും ഒരു ഷീൽഡും ഒക്കെ ഉണ്ടാക്കാം. ഇതോടെ കിടന്ന് കരിയട്ടെ. അപ്പോത്തിന് നമുക്ക് വുഡ് കട്ട് ചെയ്യാൻ പോവാം. ഞാൻ വുഡ് കട്ട് ചെയ്യാൻ പോട്ടെ. അപ്പോൾ ഓക്കെ. വുഡല്ല കേട്ടോ, കോബിൾ സ്റ്റോൺ. ലെറ്റ്സ് ഗോ.
നമ്മളിപ്പോൾ 2 സ്റ്റാക്ക് സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിക്കും പൊട്ടിയിട്ടുണ്ട്. ഒരെണ്ണം എവിടുന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ വേണ്ട, ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേന് 2 പിക്കാക്സ് ഉള്ള വഴി നോക്കിക്കോളാം. ഫുഡ് കിട്ടും. നമ്മൾ അയണൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നമ്മളെ ബേസിൻ്റെ കുറച്ച് പരിപാടി നോക്കാം. ഇപ്പോഴും ഇതൊരു മൗണ്ടൈൻ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ. ഇപ്പോഴും എന്താ വീട് ഉണ്ടാക്കുന്നത് ഇതുവരെ പ്ലാൻ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ, എന്നിട്ട് ഇനി കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കോബിൾ സ്റ്റോൺ ആൻഡ് സൈറ്റൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ ചെറിയൊരു പണിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. പാറ അവിടെ ഇരിക്കണ പോലെ തോന്നിക്കണം. കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് ബ്ലോക്കൊക്കെ അടിച്ച് വെച്ചാൽ മതി. അപ്പം തന്നെ റെഡി ആയിക്കോളും. ഇപ്പം തന്നെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടേക്ക് ഇറങ്ങാനും കയറാനുള്ള വഴിയും കൂടി സെറ്റാക്കട്ടെ ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്പ്രൂസ് വുഡാണ് വെക്കാൻ പോകുന്നത്. അതും കൂടി വെക്കട്ടെ ഗൈസ്. നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്രയും ഭാഗമാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു പണി ചെയ്താലോ, നമുക്ക് ഈ വുഡ് ഇവിടുന്ന് പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക. ഏതായാലും അവിടെ ഒരു രസമുണ്ട്. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കാം. അതും സെറ്റ്. നമുക്ക് ഇത് ഇവിടെയും ഇത് ഇവിടെയും കൂടി വെച്ചിട്ട് സ്ട്രിപ്പ് പിടിച്ച നമ്മുടെ ബേസിൻ്റെ ഒരു സ്ട്രെച്ചർ റെഡി. ഇത് രണ്ടും ഇവിടെയും കൂടി വെക്കാം ബേസ്. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നിന്ന് വലിയ ഗ്രാസ് ബ്ലോക്കൊക്കെ വരും. അത് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും റെഡി ആക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി നിൽക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ഷെനഫിൽ സൈനിങ് ഔട്ട് ഫ്രോം ചാനൽ. ടിൽ ദെൻ ബൈ.